ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി അല്ലേ. ചാപ്റ്റർ നമ്പർ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവരെയും രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിൽ കുറേ കമ്പ്യൂട്ടറുകളെ നമ്മൾ സെർവർ കമ്പ്യൂട്ടറുകൾ എന്ന് വിളിക്കും. കുറേ എണ്ണത്തെ നമ്മളെന്ന് വിളിക്കും പിന്നെ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കും. സെർവർ കമ്പ്യൂട്ടർ സർവീസ് നൽകുന്നു. ക്ലയൻറ്റ് കമ്പ്യൂട്ടർ സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നു. സെർവർ കമ്പ്യൂട്ടറിന് അഡ്രസ്സ് ഉണ്ട്, IP അഡ്രസ്സ്, അതുപോലെ ഡൊമെയിൻ നെയിം. ക്ലയൻറ്റ് കമ്പ്യൂട്ടറുകൾക്ക് അഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. താൽക്കാലികമായ അഡ്രസ്സാണ്, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. സെർവർ കമ്പ്യൂട്ടറിൽ സ്ഥിരമായിട്ട് അഡ്രസ്സ് ഉണ്ട്, അതിന് IP അഡ്രസ്സ് എന്ന് വിളിക്കുന്നു, ഡൊമെയിൻ നെയിം എന്ന് വിളിക്കുന്നു. ഓക്കെ, തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. DNS സെർവർ എന്താണെന്ന് പറഞ്ഞു. URL എന്താണ്? ഇൻ്റർനെറ്റിലെ ഓരോ റിസോഴ്സിനും ഒരു അഡ്രസ്സ് ഉണ്ട്, ഓരോ ഫയലിനും ഒരു അഡ്രസ്സ് ഉണ്ട്. അതിനാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഥവാ URL എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്നുള്ള സംഭവമാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. പ്രോട്ടോകോൾ റെഫേഴ്സ് ടു സെറ്റ് ഓഫ് റൂൾസ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം നിയമങ്ങളാണ്. ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. കമ്പ്യൂട്ടറുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നിയമങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പിന്നെ നിയമങ്ങളില്ലേ? ഉണ്ട്. അങ്ങനെ നിയമങ്ങൾ ഉണ്ടായാലേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ സാർത്ഥകമാവുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, സപ്പോസ് ഐ ആം ദ സെർവർ ആൻഡ് യു ആർ ലിസണിങ് ടു ദ ക്ലാസ്, യു ആർ ദ ക്ലയൻസ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ നമ്മുടെ ഒരു കോമൺ ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതൊരു നിയമമാണ്. നമുക്ക് പരസ്പരം മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നു. നിങ്ങൾ യു ആർ സ്റ്റുഡൻസ് ഫ്രം സം ജർമ്മനിയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഭാഷ മലയാളം, ജർമ്മൻ സംസാരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് ഒരു ഉപകാരവുമില്ല. ദർ ഇസ് നോ യൂസ്, റൈറ്റ്? ഒരു കോമൺ ലാംഗ്വേജ് നമുക്ക് തമ്മിൽ വേണം, എന്നാലേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. ഇൻ്റർനെറ്റിലും അവസ്ഥ അത് തന്നെയാണ്. നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, 13102020 എന്ന് ടൈപ്പ് ചെയ്തു. ഈ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതൊരു നമ്പറാണ് മനസ്സിലായി. അതിനകത്ത് മറ്റൊരു ഇൻഫർമേഷൻ കിടക്കുന്നുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയോ? ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ അതിനകത്ത് ചെറിയൊരു ചേഞ്ചസ് വരുത്തുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇതൊരു ഡേറ്റ് ആണെന്ന് മനസ്സിലായി. കാരണം എന്താ? ഡേറ്റ് എഴുതാൻ നമ്മൾ തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ട്. ഡേറ്റ് എഴുതാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനകത്ത് വേണം ഡേറ്റ് എഴുതാൻ. ദാറ്റ്സ് എൻ അഗ്രിമെൻറ്റ്, ദാറ്റ്സ് എ റൂൾ. ആ റൂള് ഒരു പ്രോട്ടോക്കോളാണ്. അങ്ങനെയാകുമ്പോൾ ഇത് ഈ എഴുതുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും ഇത് എന്താണ് ഇൻഫർമേഷൻ എന്ന് മനസ്സിലാവും. ദർ ഇസ് എ റൂൾ ഫോർ എവ്രിതിങ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരാൾക്ക് ലെറ്റർ അയക്കുന്നു. ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കവറിൽ പിന്നെ ലെറ്ററിൻ്റെ കവറിൽ അഡ്രസ്സ് എഴുതൂല്ലേ അല്ലേ? ലെറ്റർ കവറിൽ അഡ്രസ്സ് എഴുതൂല്ലേ? എങ്ങനെ അഡ്രസ്സ് എഴുതാം? എങ്ങനെ എഴുതും? നമുക്കൊരു കവറുണ്ടാവും അല്ലേ? കവറിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ പൊതുവെ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രം അഡ്രസ്സ് എഴുതും അല്ലേ? റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ടു അഡ്രസ്സ് എഴുതും. കവറിനകത്ത് ലെറ്റർ ഇടും. ശരിയാണോ? എന്നിട്ട് എന്ത് ചെയ്യും? ഫ്രം അഡ്രസ്സ് ഇവിടെ ഫ്രം അഡ്രസ്സ് കൊടുക്കും. ആരുടെ അടുത്തു നിന്നാണ് ലെറ്റർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? ടു അഡ്രസ്സ് കൊടുക്കും. ഇതൊരു പ്രോട്ടോക്കോളാണ്. ഇനി ഇത് ഏത് പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടാലും ഇത് പോകും. ലെറ്റർ ഉദ്ദേശിച്ചാൽ കിട്ടും. പക്ഷെ കിട്ടണമെങ്കിലും ചില നിയമങ്ങളുണ്ട് അല്ലേ? ടു അഡ്രസ്സ് എഴുതേണ്ടത് എങ്ങനെയാണ്? ടു അഡ്രസ്സ് എഴുതണമെങ്കിലും ചില നിയമങ്ങളുണ്ട് അല്ലേ? ആളുടെ പേര് എഴുതണം, ആളുടെ വീട്ടിൻ്റെ നമ്പർ എഴുതണം, പോസ്റ്റ് ഓഫീസ് നമ്പർ എഴുതണം, പിൻകോഡ് എഴുതണം, പോസ്റ്റ് ഓഫീസിൻ്റെ പേര് എഴുതണം. ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൻ്റെ പേര്, ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, മറ്റൊരു രാജ്യത്തേക്കാണെങ്കിൽ രാജ്യത്തിൻ്റെ പേരൊക്കെ എഴുതണം. അതൊക്കെ അതിൻ്റെ നിയമങ്ങളാണ്, പ്രോട്ടോകോൾസാണ്. ആ രീതിയിൽ ആ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ലെറ്റർ ഉദ്ദേശിച്ച ആൾക്ക് കിട്ടുകയുള്ളൂ. ശരിയാണല്ലോ? ഇനി സ്പീഡിൽ കിട്ടണമെങ്കിലോ ആ പോസ്റ്റിനെ ടെക്നിക്ക് മാറ്റണം, സ്പീഡ് പോസ്റ്റ് അയക്കണം. സാധാരണ പോസ്റ്റ് അയക്കാൻ പറ്റില്ല. കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ വേണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കണം. സോ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില റൂൾസാണ്. അതേപോലെ ഇൻ്റർനെറ്റിൽ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
ചില റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാം. ആ റൂൾസിനെയും റെഗുലേഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രോട്ടോകോൾ എന്ന് പറയും. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിന് ഗൂഗിളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടെ സപ്പോസ് വി ഹാവ് ഇന്ത്യയുടെ എന്തുണ്ട്, ഇന്ത്യയുടെ ഒരു ഇമേജ് നമുക്ക് പിന്നെ ഗൂഗിളിന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. വരയ്ക്കുന്ന വിധത്തിൽ കുറച്ച് ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ അത്രയും സ്കില്ലുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഇന്ത്യയെ കുറച്ച് കൂടെ ഭംഗിയായിട്ട് വരയ്ക്കാൻ പോകുന്നു. സപ്പോസ് ദിസ് ഇസ് ഇന്ത്യ. ആരെങ്കിലും കേസ് കൊടുക്കാൻ പോകണ്ടേ, ജസ്റ്റ് ഫോർ അക്കാഡമിക് പർപ്പസ്, അതിനപ്പുറത്തേക്കൊന്നും ഇത് ഉദ്ദേശിക്കുന്നില്ലല്ലോ. സി, ഈ ഇമേജിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഏത് കമ്പ്യൂട്ടറിനാണ് കൊണ്ടുവരേണ്ടത്, ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വേണ്ടത്, രണ്ടിൻ്റെ IP അഡ്രസ്സ് കൂടെ ഡേറ്റ അയക്കുമ്പോൾ അതിന് കൂടെ അയക്കണം അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനൊരു IP അഡ്രസ്സ് ഉണ്ടാവും അല്ലേ, ഇതിനൊരു IP അഡ്രസ്സ് ഉണ്ടാവും, ഇതിനൊരു IP അഡ്രസ്സ് ഉണ്ടാവും, നമ്മളെ മൊബൈൽ ഫോണിന് ഒരു താൽക്കാലിക IP അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അയക്കുന്ന ഡേറ്റയ്ക്കകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാം? ആ ഡേറ്റ അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ആ ഡേറ്റിൻ്റെ കൂടെ പ്ലേസ് ചെയ്യണം. എന്തൊക്കെ പ്ലേസ് ചെയ്യണം? നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് പിന്നെ ഫ്രം IP ആണ്. ഏത്? ഇപ്പോൾ ഗൂഗിളിൻ്റെ IP, അപ്പോൾ GIP എന്ന് പറയും, GIP കൊടുക്കണം, ഗൂഗിളിൻ്റെ IP കൊടുക്കണം. അതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ IP അഡ്രസ്സ് കൊടുക്കണം ഡേറ്റയ്ക്കകത്ത്. എന്നിട്ട് ഡേറ്റ വേണം. ഇത്രയും കാര്യങ്ങൾ ഡേറ്റയ്ക്കകത്ത് പ്ലേസ് ചെയ്യണം. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ നെറ്റ്വർക്കിലൂടെ ഇത് വരുമ്പോൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് അയക്കേണ്ടത്, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഡേറ്റ വരുന്നതെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇങ്ങനെ ഈ ഡേറ്റ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അല്ലേ, ഈ ഡേറ്റ ഇങ്ങനെ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഡേറ്റ നഷ്ടപ്പെട്ടു പോകാൻ എന്ത് ചെയ്യണം? അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യണം, വീണ്ടും അയക്കണോ, അത് അയക്കാതിരിക്കണോ? അതൊക്കെ ചില നിയമങ്ങളാണ്. ചില കേസിൽ അയക്കേണ്ടി വരും, ചില കേസിൽ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഒരു ഡേറ്റയിൽ ഒരു ബിറ്റ് ചേഞ്ച് ചെയ്തു, എറർ വന്നു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, ഈ നെറ്റ്വർക്കിലൂടെ ഇവിടുന്ന് പാസ് ചെയ്ത ഡേറ്റ ഉദാഹരണമായിട്ട് രണ്ട് നമ്മളിപ്പോൾ ബാങ്കിലേക്ക് കണക്ട് ചെയ്തെന്ന് വരും, SBIയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, SBIയിലേക്ക് നമ്മൾ ഇവിടുന്ന് നമ്മളെ മൊബൈൽ ഫോണിൽ നിന്ന് SBIൻ്റെ വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്ത് എന്നിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക, ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസോ പിന്നെ ഈ നെറ്റ്വർക്കിൽ മാറ്റം വന്നു. നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ പിന്നെ കൊടുത്ത ഡേറ്റയിൽ ഒരു ചേഞ്ച് വന്നു. ഉദാഹരണമായിട്ടൊരു എല്ലാം ബിറ്റ്സ് 0 1 എന്നുള്ള ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറിൻ്റെ ഭാഷ 0 1, അപ്പോൾ എന്തും 0 1 ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു 0 അങ്ങ് 1 ആയി പോയി കഴിഞ്ഞാൽ എമൗണ്ടിൽ വലിയ വ്യത്യാസം വരും അല്ലേ. അങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്? ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എറർ വന്നാൽ എന്ത് ചെയ്യണം? ഡാറ്റ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം? ഏത് ഫോർമാറ്റിൽ അയക്കണം? ഏത് റൂട്ടിലൂടെ പാസ് ചെയ്യണം? എങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയാണ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ നിങ്ങൾ ഹയർ ക്ലാസ് പഠിക്കും കേട്ടോ. സോ ഞാൻ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പ്രോട്ടോകോൾ റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് റൂൾസ്, ഒരു കൂട്ടം നിയമങ്ങളാണ് പ്രോട്ടോകോൾ ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. ആ കമ്പ്യൂട്ടറുകൾ എന്തിനു യൂസ് ചെയ്യുന്നത്? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നിയമങ്ങളെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ദെൻ അതിലൊരു പ്രധാനപ്പെട്ട പ്രോട്ടോകോളാണ് TCP/IP. ഇനി നമ്മൾ എന്താണ് TCP/IP എന്ന് നോക്കാം. TCP/IPയുടെ ഫുൾ ഫോം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേര് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാവും. ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്
TCP/IP പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനപരമായ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, TCP/IP ഈസ് ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ അടിസ്ഥാനപരമായ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ് TCP/IP. TCP/IP എന്ന പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. നിങ്ങൾക്ക് ഇമെയിൽ അയക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഫേസ്ബുക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, യൂട്യൂബിൽ വീഡിയോ സ്ട്രീം ചെയ്യാൻ പറ്റില്ല. എന്ത് സർവീസ് ചെയ്യണമെങ്കിലും ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ജീവനാഡി എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് TCP/IP പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന അടിസ്ഥാനപരമായ പ്രോട്ടോക്കോൾ ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് TCP/IP. ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് TCP/IP. ആ കമ്മ്യൂണിക്കേഷൻ നടന്നെങ്കിൽ മാത്രമേ ബാക്കി ഏത് സർവീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനോ, നമുക്ക് ഇമെയിൽ അയക്കണമെങ്കിലോ, നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണമെങ്കിലോ, നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ, വീഡിയോ സ്ട്രീം ചെയ്യണമെങ്കിലോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് സർവീസ് കിട്ടണമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഏത് പ്രോട്ടോക്കോളാണ്? TCP/IP പ്രോട്ടോക്കോളാണ്. ഇനി എന്താണ് അതിൽ പറയുന്നത് നോക്കാം. അതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്മിഷൻ കൺട്രോളാണ്. ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ്റെ കൺട്രോൾ മൊത്തം TCP/IP പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്. ഇനി നോക്കാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഡ്-ടു-എൻഡ് കണക്ഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സിന് ഓവർ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എൻഡ്-ടു-എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് TCP/IP എന്ന് പറഞ്ഞാൽ എന്താ ഈ എൻഡ്-ടു-എൻഡ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്, നമുക്കിവിടെ ഒരു മൊബൈൽ ഫോണുണ്ട്. നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏതിലേക്ക് കണക്ട് ചെയ്യുന്നു? നമ്മുടെ SBIയിലേക്ക് കണക്ട് ചെയ്യുന്നു. SBIയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഗൂഗിൾ SBI മാറിപ്പോയിട്ടുണ്ട് അല്ലേ? നേരത്തെ ഞാൻ ഇതിനെ SBI എന്ന് വിചാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സംശയമുണ്ട്. ഫർഗെറ്റ് ഇറ്റ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് SBIയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു എൻഡ് നമ്മുടെ മൊബൈൽ ഫോണും മറ്റേ എൻഡ് ഏതാ? SBIൻ്റെ സെർവറുമാണ്. SBIൻ്റെ സെർവർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ സെർവർ. അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഇതിൻ്റെ ഇങ്ങനൊരു കണക്ഷൻ പാത്ത് വേണം അല്ലേ? ഈ രണ്ട് എൻഡും തമ്മിൽ എന്ത് വേണം? ഒരു കണക്ഷൻ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മൊബൈൽ ഫോണും SBIൻ്റെ വെബ് സെർവറും തമ്മിൽ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യുന്നത് ആരാ? ഇങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? ദാറ്റ് ഈസ് TCP/IP. TCP/IP ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഡ്-ടു-എൻഡ് കണക്ഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് TCP/IP. ദാറ്റ്സ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തെ കാര്യം ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ഡേറ്റാ പാക്കറ്റ്സ് ഇൻ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലെ ഡേറ്റാ പാക്കറ്റിനെ റൂട്ട് ചെയ്യുക എന്നുള്ളത് TCP/IP ആണ് ചെയ്യുന്നത്. ഡേറ്റാ പാക്കറ്റിനെ റൂട്ടിംഗ് ഡേറ്റാ പാക്കറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകണം. എന്താണ് റൂട്ടിംഗ് എന്ന് മനസ്സിലാകണം, എന്താണ് ഡേറ്റാ പാക്കറ്റ് എന്ന് പറയുന്നത് മനസ്സിലാകണം. എങ്കിലും എന്താണ് ഈ റൂട്ടിംഗ് ഡേറ്റാ പാക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പിടിയിട്ടില്ല. അപ്പോൾ എന്താ നോക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഒരു ഭൂപടം ഉണ്ടെന്ന് വിചാരിക്കും. ഇന്ത്യയുടെ ഭൂപടം അല്ലേ? ഇന്ത്യയുടെ ഭൂപടം നേരത്തെ പറഞ്ഞല്ലോ. ഇന്ത്യയുടെ ഭൂപടം SBIയിലല്ല കേട്ടോ, സോറി, ഗൂഗിളിൽ ഒരു ഇന്ത്യയുടെ ഭൂപടം ഉണ്ട്. I'm sorry for the beautiful drawing skill that I have. നോക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം തൽക്കാലം വിചാരിച്ചു കേട്ടോ. ഓക്കെ, സാധാരണ രീതിയിൽ ഞാൻ വരച്ചാൽ വളരെ ഭംഗിയായിട്ട് വരലുണ്ട്. ഇപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ ഭംഗിയായിട്ട് വരുന്നില്ല ഇന്ത്യ. ഓക്കെ, ഇത് ഇന്ത്യയുടെ ഭൂപടം. ഇപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റ് വഴി കൊണ്ടുവരണം. അപ്പോൾ ഈ പാത്തിലൂടെ ആണെന്ന് തന്നെ അല്ല, മറ്റൊരു പാത്തും ആവാം. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ
ഗൂഗിളിൻ്റെ സെർവറിൽ നിന്ന് ഈ സംഭവം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരണമെന്ന് വിചാരിക്കും. മൊബൈൽ ഫോണിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്നറിയാം, ഡേറ്റ പാക്കറ്റ് എന്താണ്. ഓക്കെ, ഈ ഇമേജിനെ മൊത്തമായിട്ട് ഈ നെറ്റ്വർക്കിലൂടെ ഇങ്ങനെ കൊണ്ടുവരല്ല ചെയ്യാം. കാരണം എന്താ പറയുക, ഇമേജ് വലിയ സൈസ് ഉണ്ടാവും. ഇപ്പോൾ ഇമേജ് ചിലപ്പോൾ ചെറുതാണെന്ന് വിചാരിക്കും, വലിയ വീഡിയോ ആണ്, എന്നൊരു വീഡിയോ ഫയൽ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണം. ആ മൊത്തം ഫയല് നമ്മുടെ പിന്നെ മൊബൈൽ ഫോണിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് സ്ട്രീം ചെയ്യുന്നത് ആ ഫയലിനെ മൊത്തമായിട്ട് എടുത്ത് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നുള്ള പ്രശ്നം എന്താ അറിയോ, ഇൻ്റർനെറ്റിൻ്റെ ട്രാഫിക് ഭയങ്കരമായിട്ട് സ്ലോ ആവും. ഇൻ്റർനെറ്റ് സ്ലോ ആവും, സ്പീഡ് വളരെ കുറവായിരിക്കും. ഒരു ഫയലും മൊത്തമായിട്ട് നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുന്നില്ല, ഒരുമിച്ച് പാസ് ചെയ്യുന്നില്ല. മറിച്ച് എന്താ ചെയ്യാറിയോ, ഈ ഫയലിനെ എന്ത് ചെയ്യുന്നറിയോ, ഈ ഫയലിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. കുറേ ഡേറ്റ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡേറ്റ പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാക്കറ്റായിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കൊണ്ടുവരിക. ഒരു പാക്കറ്റ് ഇതുവഴി കൊണ്ടുവരുമെന്ന് വിചാരിക്കുക. ഇതുവഴി റൂട്ട് ചെയ്ത് ഇങ്ങനെ വരും. മറ്റൊരു പാക്കറ്റ് മറ്റൊരു റൂട്ടിലൂടെ ആയിരിക്കും വരിക. ഇതിൽ നിന്ന് ഒരു പാക്കറ്റ് ഒരു റൂട്ടിലൂടെ ആണെങ്കിൽ അതേ ഇമേജിൻ്റെ മറ്റൊരു പാക്കറ്റ് ഇങ്ങനെ മറ്റൊരു റൂട്ടിലൂടെ ആയിരിക്കും ചിലപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരിക. വേറൊരു പാക്കറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ മറ്റൊരു റൂട്ടിലൂടെ പിന്നെ ഇങ്ങോട്ടെത്തും. അങ്ങനെ ഈ കംപ്ലീറ്റ് ഇമേജ് കുറേ ഡിഫറെൻ്റ് പാക്കറ്റുകളായിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിലെത്തുക. ഓരോ പാക്കറ്റും വ്യത്യസ്ത റൂട്ടുകളിലൂടെയാണ് സഞ്ചരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ പാക്കറ്റിനും നമ്മൾ വ്യത്യസ്തമായിട്ട് റൂട്ട് ചെയ്യണം. അതെന്തിനാ ഇങ്ങനെ വ്യത്യസ്തമായ റൂട്ടിലൂടെ കൊണ്ടുപോകുന്ന, എല്ലാം ഒരു റൂട്ടിലൂടെ കൊണ്ടുപോയാൽ പോരെ എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാം ഒരേ റൂട്ടിലൂടെ പോവുകയാണെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക, ചിലപ്പോൾ ചില റൂട്ടിൽ ഭയങ്കര ട്രാഫിക് ഉണ്ടാകും. നമ്മൾ മാത്രമല്ല ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണം, മില്യൺസ് ഓഫ് യൂസേഴ്സ് ആർ യൂസിങ് എവറി സെക്കൻഡ് ഇൻ്റർനെറ്റ്. അപ്പോൾ എന്താ പ്രശ്നം, കുറേ യൂസേഴ്സ് ഉണ്ട്, എല്ലാവരും ഡേറ്റ ഒരേ വഴിയിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആവും. സ്വാഭാവികമായിട്ടും നമുക്ക് ഡേറ്റ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പാക്കറ്റ് വരുമ്പോൾ ആ സമയത്ത് നെറ്റ്വർക്കിൽ ഏത് റൂട്ടാണ് ഏറ്റവും സ്പീഡ് ഉള്ളത് അതുവഴി പാസ് ചെയ്യും. അടുത്ത പാക്കറ്റ് എടുക്കുമ്പോൾ ആ നിമിഷത്തിൽ ഇൻ്റർനെറ്റിൽ ഏത് റൂട്ടാണ് ഏറ്റവും സേഫ്, ഏറ്റവും സ്പീഡുള്ളത്, ട്രാഫിക് കുറഞ്ഞത് അതിലൂടെ റൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഏത് ഫയലും നമ്മൾ ഇമെയിൽ അടക്കം, നമ്മൾ അയക്കുന്ന വാട്സപ്പ് മെസ്സേജ് അടക്കം ഓരോന്നിനെയും വ്യത്യസ്തമായ റൂട്ടിലൂടെയായിരിക്കും പാസ് ചെയ്യുക. എല്ലാം ഒരേ റൂട്ടിലൂടെയല്ല. അത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റൂട്ടിംഗ് ഡേറ്റ പാക്കറ്റ്. ഇപ്പോൾ എന്താ ഡേറ്റ പാക്കറ്റ് എന്ന് മനസ്സിലായല്ലോ, ഒരു ഡേറ്റനെ മൊത്തമായിട്ട് ഒരുമിച്ച് പാസ് ചെയ്യില്ല, മറിച്ച് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ പാക്കറ്റാക്കും. ഓരോ പാക്കറ്റിനെയും വ്യത്യസ്തമായ റൂട്ടിലൂടെ റൂട്ട് ചെയ്യും. അങ്ങനെ ഈ ഓരോ റൂട്ടിൽ ഏത് റൂട്ടിലൂടെ കടത്തി വിടണം എന്ന് തീരുമാനിക്കുന്നത് TCP/IP പ്രോട്ടോക്കോളാണ്. ഒരു ഡേറ്റനെ ഈ വഴിക്ക് റൂട്ട് ചെയ്യുമെങ്കിൽ മറ്റൊരു ഡേറ്റനെ ഈ പാക്കറ്റിനെ ഈ വഴിക്ക് റൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോ പാക്കറ്റിനെയും വ്യത്യസ്തമായ വഴിയിലൂടെ റൂട്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയുക, അതിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുക. ഈ റൂട്ടിംഗ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, ഈ റൂട്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെ TCP/IP പ്രോട്ടോക്കോളിൻ്റെ ഡ്യൂട്ടിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. എൻഡ് ടു എൻഡ് കണക്ഷൻ, രണ്ട് ഡിവൈസുകൾ തമ്മിൽ എൻഡ് ടു എൻഡ് കണക്ഷൻ ഉണ്ടാക്കുന്നത് പിന്നെ TCP/IP പ്രോട്ടോക്കോളാണ് എൻഡ് ടു എൻഡ് കണക്ഷൻ ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് ഏത് റൂട്ടിലൂടെ ഡേറ്റ പാക്കറ്റ്സിനെ പാസ് ചെയ്യണം എന്നുള്ള റൂട്ടിംഗ് തീരുമാനിക്കുന്നതും TCP/IP പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, all other protocols like HTTP, SMTP, FTP, Telnet, etc. are working over TCP/IP protocol. മറ്റെല്ലാ പിന്നെ പ്രോട്ടോക്കോൾസും, ഉദാഹരണമായിട്ട് HTTP ആവട്ടെ, SMTP ആവട്ടെ, FTP ആവട്ടെ, ടെൽനെറ്റ് ആവട്ടെ, ഈ പ്രോട്ടോക്കോളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, TCP/IPയുടെ കൂടിയാണ്.
അപ്പോൾ നമുക്ക് HTTP പ്രോട്ടോകോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനാണ്. വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്ന നാട്ടുകാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? TCP/IP വർക്ക് ചെയ്യണം, എങ്കിലേ HTTP ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഇമെയിൽ അയക്കാൻ നമുക്ക് എന്ത് വേണം? SMTP പ്രോട്ടോകോൾ വേണം. പക്ഷേ SMTP പ്രോട്ടോകോൾ ഇമെയിൽ അയക്കാനുള്ള പ്രോട്ടോകോളാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ആ ഇമെയിൽ പോകണമെങ്കിൽ ഏത് പ്രോട്ടോകോൾ വേണം? TCP/IP വേണം. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വർക്ക് ചെയ്യണമെങ്കിലും TCP/IP വേണം. അപ്പോൾ എല്ലാ പ്രോട്ടോക്കോളും വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? TCP/IPയുടെ മുകളിലാണ്. TCP/IP ആണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഇമെയിൽ അയക്കാൻ പറ്റില്ല, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം TCP/IP ആണ്. TCP/IPൻ്റെ മുകളിലൂടെ അഡീഷണൽ പ്രോട്ടോക്കോൾ നമുക്ക് വേണം. അതിന് ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെ ചരക്കുകൾ, ലോജിസ്റ്റിക്സ് എടുക്കണം. ചരക്കുകളൊക്കെ ട്രക്കിലൂടെയാണ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ചോദിക്കും, വിമാനത്തിലോ ട്രെയിനിലോ ഒക്കെ ഉണ്ട്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ഒക്കെ ട്രെയിനിലാണ്, ട്രക്കിലാണ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. പക്ഷേ ഈ ട്രക്കിൽ നമ്മൾ വ്യത്യസ്ത സാധനങ്ങളുണ്ട്. കരിങ്കല്ല് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ ഐസ്ക്രീം കൊണ്ടുപോകുക? ഇല്ലല്ലോ. കരിങ്കല്ല് വാരി വലിച്ചിട്ട് ട്രക്കിൽ കൊണ്ടുപോകാം അല്ലേ? പക്ഷേ ഐസ്ക്രീം കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ട്രക്കിൽ അഡീഷണൽ സംവിധാനം, കൂളിംഗ് സിസ്റ്റം വേണം, ചൂട് തട്ടരുത് അല്ലേ? പച്ചക്കറി കൊണ്ടുപോകുന്ന പോലെയല്ല നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മറ്റ് മീൻ കൊണ്ടുപോകാം അല്ലേ? മീൻ കൊണ്ടുപോകണമെങ്കിൽ ഐസൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകും അല്ലേ? അരി കൊണ്ടുപോകണമെങ്കിലോ വെയിലൊക്കെ തട്ടാതെ, മഴയൊന്നും കൊള്ളാതെ, നല്ല രീതിയിൽ വെയിൽ തട്ടിയാലും പ്രശ്നമില്ല, മഴ കൊള്ളാതെ ഒരു സംവിധാനം വേണം. പക്ഷെ എല്ലാം എന്തിനാണ്? ട്രക്കിലാണ് കൊണ്ടുപോകുന്നത്. ബേസിക് ട്രാൻസ്പോർട്ടേഷൻ ട്രക്കാണെങ്കിലും ഓരോന്നിനനുസരിച്ച് പുതിയ പ്രോട്ടോക്കോൾ വേണം. ഐസ്ക്രീം കൊണ്ടുപോകാൻ അഡീഷണൽ സംവിധാനം വേണം അല്ലേ? കരിക്കല്ല് കൊണ്ടുപോകാൻ അത്രയും സംവിധാനം വേണ്ട. അപ്പോൾ ഓരോ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് അഡീഷണൽ സംവിധാനങ്ങൾ വേണം. ട്രക്കാണ് ബേസിക് കമ്മ്യൂണിക്കേഷൻ, ബേസിക് ട്രാൻസ്പോർട്ടേഷൻ, കറക്റ്റ്. പക്ഷേ ഓരോ വസ്തുവിനനുസരിച്ചും അഡീഷണൽ ആ ട്രക്കിൽ നമ്മൾ സംവിധാനം ഒരുക്കും. അതേപോലെ ഇൻ്റർനെറ്റിൻ്റെ ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആരാണ്? TCP/IP ആണ്. TCP/IP ആണ് എന്ത് സാധ്യമാക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. TCP/IP ആണ് ഇൻ്റർനെറ്റിൽ എന്ത് സാധ്യമാക്കുന്നത്? ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഓരോ സർവീസിനനുസരിച്ച് SMTP ആണെങ്കിൽ അതിൻ്റെ അഡീഷണൽ പ്രോട്ടോക്കോൾ വേണം, ഇമെയിൽ അയക്കാൻ അതിന് അഡീഷണൽ പ്രോട്ടോക്കോൾ വേണം, പിന്നെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാൻ അഡീഷണൽ പ്രോട്ടോക്കോൾ വേണം അല്ലേ? അതേപോലെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ അഡീഷണൽ പ്രോട്ടോക്കോൾ വേണം. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ബേസിക് പ്രോട്ടോക്കോൾ ഈസ് TCP/IP. അതാണ് എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഡാറ്റ പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യുന്നതും. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വെബ് എന്നുള്ളതാണ്. രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ, സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണ്, സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ ഇൻഫർമേഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്താണ്, അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള TCP/IP കമ്മ്യൂണിക്കേഷൻ്റെ ഡ്യൂട്ടി എന്താണ്, ഫങ്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ ഹിയറിംഗ്. ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു വെരി മച്ച്.